അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മക്കളുണ്ടാകും. അപ്പോൾ മക്കളുടെ സ്വഭാവം മാറ്റുക, സ്വാലിഹീങ്ങളായ മക്കളാക്കുക, നല്ല പഠിപ്പുള്ള നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുന്ന മക്കളാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമല്ലേ. അതായത് മക്കൾ ചീത്തയായിട്ട് വഴി തെറ്റിപ്പോകണമെന്ന് ആരും ആഗ്രഹിക്കൂല. എല്ലാവരും മക്കൾ സ്വാലിഹായിട്ടുള്ള നല്ല മക്കളാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആഗ്രഹിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആത്മീയ ഒറ്റമൂലി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് മക്കൾ എന്ന് പറയുമ്പോൾ സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളുണ്ടാവും. അതായത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഓരോ ശീലങ്ങൾ ശീലിപ്പിച്ച് കൊണ്ടുവരുന്ന മക്കളുണ്ടാവും. അങ്ങനെയുള്ള മക്കൾ എങ്ങനെയാവുക എന്ന് വെച്ചാൽ നല്ല മക്കളായിട്ട് തന്നെ വളരുക, കള്ളം പറയാത്ത നല്ല മക്കളായിട്ട്, വളരെ വികൃതി കാണിക്കാത്ത മക്കളായിട്ട്. പക്ഷെ നമ്മൾ ചെറുപ്പത്തിലെ അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യാതെയാണ് വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരങ്ങനെ ആയിപ്പോകുള്ളൂ. എന്നാലും അതിന് നമുക്ക് മാറ്റാനുള്ള ഒറ്റമൂലികളുണ്ട്, വഴികളുണ്ട്. അന്ന് നമുക്ക് ചിലപ്പോൾ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാത്തതായിരിക്കും. ഇപ്പോൾ നമുക്ക് അറിവുണ്ട്, ടെക്നോളജിയൊക്കെ വർദ്ധിച്ചപ്പോൾ അറിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മക്കളെ നല്ലവരാക്കാൻ വേണ്ടിയിട്ട്, സ്വാലിഹീങ്ങളാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചില ശീലങ്ങളൊക്കെ മക്കളെ ശീലിപ്പിക്കേണ്ടതുണ്ട്. എത്ര ചെറിയ മക്കളായിക്കോട്ടെ, ഒരു 7 വയസ്സ് കഴിഞ്ഞ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെ നിസ്കരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. ഇനി അതിന് താഴെയുള്ള ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മുത്തനബീൻ്റെ പേര് പറഞ്ഞ്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പം കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ഒരു 7 വയസ്സൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ നിസ്കരിപ്പിക്കാൻ തുടങ്ങണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ കുട്ടികളാകുമ്പോൾ ഒരു 10-15 വയസ്സാകുമ്പോഴേക്ക് അവർ നന്നായിട്ട് നിസ്കരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പക്കാ മക്കളാവും. നമുക്ക് അവരോട് പറയേണ്ട ആവശ്യമേ വരില്ല. അപ്പോൾ ഇപ്പം തന്നെ നിസ്കരിച്ച് നോമ്പ് നോറ്റൊക്കെ പോരിപ്പിക്കുക. ഇപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടും നിങ്ങൾക്ക് ഉള്ള അറിവുകളൊക്കെ കണ്ടിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കുക. അവരും അത് ചെയ്യട്ടെ. അവരുടെ ഒപ്പം ഇരുന്നിട്ട് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെയും നല്ലൊരു സ്വാലിഹീങ്ങളായിട്ടുള്ള ആ ഒരു റേഞ്ചിൽ അവരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന ഈ ഒരു അമലും കൂടി ആകുമ്പോൾ മക്കളെല്ലാവരും സ്വാലിഹീങ്ങളായിട്ടുള്ള നമ്മൾ പറഞ്ഞതൊക്കെ അനുസരിക്കുന്ന നല്ല മക്കളാകും. അപ്പോൾ ഏതാണ് ഇനി ഇത്രയും നേരം പറഞ്ഞ് ഞാൻ ബോറടിപ്പിച്ചു, ഇനി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഏതാണ് ആ ഒരു ദിക്ർ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ദിക്ർ ഞാൻ എന്താ അവിടെ കൊടുത്തിട്ടുണ്ട്, യാ മുഹ്സ്വി യാ അല്ലാ, യാ മുഹസ്വി യാ അല്ലാ. ഇതിൽ നിങ്ങൾ സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് അത് സീനാവാതെ ശ്രദ്ധിക്കണേ. അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉച്ചരിക്കണം കേട്ടോ. അപ്പോൾ യാ മുഹസി യാ അല്ലാ എന്നുള്ളത് 20 തവണയാണ് ചൊല്ലേണ്ടത്. 20 തവണ നമ്മൾ ചൊല്ലിയിട്ട് ഇഷ്ഫി 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 എന്ന് 3 തവണ കുട്ടികൾക്ക് കൊടുക്കുന്ന, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഊതുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു തുടർച്ചയായിട്ട് 2-3 ദിവസം ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ വെറുതെ ഓരോന്ന് പറയുന്നതല്ല, ഉള്ള കാര്യമാണ്, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. അപ്പോൾ 2-3 ദിവസം ആകുമ്പോഴേക്കും മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഡെയിലി ചെയ്യുന്നതിലൂടെ മക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളായിട്ട് നമുക്ക് അവരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുഞ്ഞുകുട്ടികളുണ്ടല്ലോ, ഇവർക്ക് എന്തെങ്കിലും ഇപ്പോൾ തന്നെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അത് അവർക്കും ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ മക്കളുടെ എല്ലാ കാര്യത്തിലും, പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഇത് ഉഷാറാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാരണം മറ്റൊരാൾക്കൊരു അമൽ കിട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്കും കൂടി അള്ളാഹു തരുമല്ലോ. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് നേട്ടമാണ്, ലോകത്തും പരലോകത്തൊക്കെ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളോട് എന്തിനാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിന് മനസ്സിലാക്കും ഈ ഒരു വീഡിയോ നല്ല വീഡിയോ ആണ്, എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ പേരുടെ മുമ്പിലേക്ക് യൂട്യൂബ് ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് എത്തിക്കും. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നിങ്ങളുടെ ഓരോ ലൈക്കിനും അതുപോലെ തന്നെ ഓരോ ഷെയറിനും ഒക്കെ വാല്യൂകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേറെ ആൾക്ക് ലൈക്ക് എത്തും. അപ്പോൾ നിങ്ങൾ കാരണം മറ്റൊരാൾ അമൽ ചെയ്യാൻ കാരണമായി. അപ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ ഷെയർ ചെയ്താലും അങ്ങനെ തന്നെ. അങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മൾ അള്ളാഹുവിനെ ഒന്ന് നോക്കി അതാണ് നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്കെന്ത് തരും, നേട്ടങ്ങൾ. നമുക്ക് അള്ളാഹു തആല എന്തൊരു നല്ല കാര്യം ചെയ്താലും പ്രതിഫലം തരും. പക്ഷെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിനോട് നമ്മളൊന്ന് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് പുറത്തും തരും.
അത്ര നിഷ്കളങ്കമായിട്ടുള്ള അത്രയും ഓഫേഴ്സാണ് അള്ളാഹു നമുക്ക് വെച്ച് തന്നിട്ടുള്ളത്. എന്നിട്ടും നമ്മൾ തെറ്റുകൾ മാത്രം ചെയ്തിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ ചെയ്യുന്നൊരു വലിയ അനീതിയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റിയിട്ട് നല്ല മനുഷ്യരാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്നവർക്കും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു താല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു താല ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരും ഉമ്മമാരും സഹോദരന്മാരും ഉപ്പമാരൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവരുടെ എല്ലാം രോഗങ്ങൾ അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കൾ എല്ലാവർക്കും നൽകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള സന്താനങ്ങൾ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പഠിച്ചോനെ അവരുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നീ നീക്കി കൊടുക്കണേ. ഹയറായിട്ടുള്ള ജോലി എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.